Hello everyone, welcome back to Pep Learning. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലെവൽസ് ഓഫ് ദി മെഷർമെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ലെവൽസ് ആണ് ഓരോ മെഷർമെന്റിൽ വരുന്നത്, അതിന്റെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്കൊരു 5 മാർക്സിനൊക്കെ എന്താ പറയുക, നിങ്ങൾക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം അതിന്റെ ഡെഫിനിഷൻ എഴുതി കൊടുക്കുക, എന്താണ് മെഷർമെന്റ് എഴുതുക, എന്താണ് ലെവൽസ് ഓഫ് ദി മെഷർമെന്റ് എന്ന് എഴുതുക, ലെവൽസ് ഓഫ് ദി മെഷർമെന്റ് എത്ര ടൈപ്സ് ഉണ്ട് എന്നുള്ളത് ആദ്യം ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലൊക്കെ ആക്കി വരച്ചതിന് ശേഷം എന്താ പറയുക, ഓരോന്നിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ ഒക്കെ കൂടി വെച്ചിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ദി സ്കെയിൽസ് ഓഫ് ദി മെഷർമെന്റിനെ കുറിച്ചിട്ടാണ്. സ്കെയിൽസ് ഓഫ് ദി മെഷർമെന്റിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ മെയിൻ ആയിട്ട് 3 പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. ഒന്നാമത്തത് മാഗ്നിറ്റ്യൂഡ്, ഈക്വൽ ഇന്റർവെൽ ആൻഡ് അബ്സല്യൂട്ട് സീറോ. അല്ലെ, അബ്സല്യൂട്ട് സീറോനെ നമുക്ക് നല്ല പരിചയം ഉണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേഷ്യോ സ്കെയിലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാഗ്നിറ്റ്യൂഡ് ഈസ് ദ പ്രോസസ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദി മോർനെസ്. മോർനെസ് എന്ന് പറഞ്ഞാൽ മോർ ഓർ ലെസ് എന്ന് പറയും അല്ലെ. അതായത് ഇപ്പോൾ ഇന്ന ആളെക്കാട്ടിൽ കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ്, അതായത് അത് തമ്മിൽ എന്താണ് നമുക്കുള്ളൊരു ഡിഫറൻസ് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ആട്രിബ്യൂട്ട് റെപ്രസെന്റ് മോർ ഓർ ലെസ് ഓർ ഈക്വൽ എമൗണ്ട് ഓഫ് ദി ഗിവൺ ക്വാണ്ടിറ്റി ദാൻ ഡസ് അനദർ ഇൻസ്റ്റൻസ്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒന്നാമത്തെ റാങ്ക് കിട്ടിയ കുട്ടിയും രണ്ടാമത്തെ റാങ്ക് കിട്ടിയ കുട്ടിയും എന്താ പറയുക, ഒന്നാമത്തെ റാങ്ക് കിട്ടിയതിനെക്കാട്ടിൽ കുറവ് മാർക്കാണ് രണ്ടാമത്തെ റാങ്ക് കിട്ടിയ കുട്ടിക്കുള്ളത്, അല്ലെങ്കിൽ രണ്ടാമത്തെ റാങ്ക് കിട്ടിയ കുട്ടീനെക്കാട്ടിൽ മാർക്ക് കൂടുതലാണ് ആദ്യത്തെ റാങ്ക് കിട്ടിയ കുട്ടിക്കുള്ളത് എന്നൊക്കെ എന്താണ് നമുക്ക് മോർ ഓർ ലെസ് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള മാർക്കാണ് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് എന്നൊക്കെ എന്താണ് നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് എന്ത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മോർനെസ് എന്ന് പറഞ്ഞാൽ മോർ ഓർ ലെസ് എന്നല്ല നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഈക്വൽ ഇന്റർവെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈക്വൽ ഇന്റർവെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ്. ഓക്കെ, അതായത് a scale has property equal intervals in difference between 2 points at any place of the same meaning as the difference between 2 other points that differ by the same number of the scale units. ഓക്കെ, അതായത് ഒരു സ്കെയിൽ ഉണ്ട്. ഓക്കെ, ഒരു സ്കെയിൽ ആണെന്നുള്ളത് വിചാരിക്കാം. ഇവിടെ 1 ഇഞ്ച്, 2 ഇഞ്ച്, 3, 4, 5, 6. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉള്ള ഒരു സ്കെയിലാണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പോ ഈ 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് എന്ത് ഈ ഒരു 3ഉം 4ഉം തമ്മിൽ വരുന്നത് അല്ലെ. അതായത് ഈ 2 നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈക്വൽ ആണ് അല്ലെ. 2 യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് എന്ന് പറയുന്നതിനെയാണ് എന്ത് ഇവിടെ ഈക്വൽ ഇന്റർവെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 പോയിന്റ്സ് തമ്മിൽ ഈ 2 പോയിന്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് ഈ ഒരു ഈക്വൽ ഇന്റർവെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അത് രണ്ടും തമ്മിൽ ഒരു സ്കെയിലൊക്കെ നമുക്ക് എന്താണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഒരു സൈക്കോളജിക്കൽ മെഷർമെന്റിലേക്ക് വരുന്ന സമയത്ത് ഒരാളുടെ IQ 40 to 50 ആണെന്നും അല്ലെങ്കിൽ ഒരാളുടെ IQ 105 തൊട്ട് 110 വരെയാണ്. ഓക്കെ, അപ്പൊ ഇത് 2 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈക്വൽ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. കാരണം സൈക്കോളജിക്കൽ ആയിട്ടുള്ള മെഷർമെന്റ് എന്താണ്, അവരുടെ ആ ഒരു മെഷർമെന്റിലുള്ള ഡിഫറൻസ് കുറച്ചുകൂടെ എന്താ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. ഒരാളുടെ 45 to 50 വരുന്ന അത് ആ ഒരു സെയിം ഡിഫറൻസ് തന്നെയാണ് എന്ത് ഒരാളുടെ 105 to 110 എന്നുള്ളത് എന്താണ് നമുക്ക് സൈക്കോളജിക്കൽ മെഷർമെന്റിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു സ്കെയിൽ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഈക്വൽ ആയിട്ടുള്ള 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഈക്വൽ ആണ് എന്നുള്ളത് എന്താണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അബ്സല്യൂട്ട് സീറോ ഓർ ട്രൂ സീറോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ ട്രൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ ട്രൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരാളുടെ മെഷർമെന്റ്, അതായത് ഒരു പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ എന്താണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ഈ ഒരു ട്രൂ സീറോ അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പോ ഒരാളുടെ ഹാർട്ട് ബീറ്റ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ആള് അവിടെ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് അല്ലെ. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കുട്ടീന്റെ സെന്റിമീറ്റർ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലെ.
പക്ഷെ ഒരു 0°C ഉള്ള ചൂടിലുള്ള ഒരു വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് അവിടെ ഐസായിട്ട് മാറി അല്ലെ, ആ ഒരു സാധനം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല ഇവിടെ അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ ട്രൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒബ്റ്റൈൻഡ് വെൻ നത്തിങ് പ്രോപ്പർട്ടീസ് ബീയിങ് മെഷേർഡ് എക്സിസ്റ്റ്. ഓക്കെ, ഇതിനെയാണ് എന്ത് ഇവിടെ അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ ട്രൂ സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 പ്രോപ്പർട്ടീസ് ആണ് എന്ത് മെയിൻ ആയിട്ടും ലെവൽസ് ഓഫ് ദി മെഷർമെന്റിൽ വരുന്നത്. ഓക്കെ, ലെവൽസ് ഓഫ് ദി മെഷർമെന്റിന്റെ ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് എന്താ പറയുക ഒരു 3 അല്ലെങ്കിൽ ഒരു 5 മാർക്സിനൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മുൻ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടൊക്കെ എന്താണ് ട്രൂ സീറോ അല്ലെങ്കിൽ എന്താണ് ആർബിട്രറി സീറോ എന്നൊക്കെ എന്താണ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം അത് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ എന്താണ് നിങ്ങളൊരു എക്സാമ്പിളും കൂടെ എന്താണ് എല്ലാത്തിൻ്റെ കൂടെ ഒരു എക്സാമ്പിളും കൂടെ എന്താണ് നിങ്ങൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം സൈക്കോളജിക്കൽ മെഷർമെന്റും ഫിസിക്കൽ മെഷർമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് അല്ലെ. മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഫിസിക്കൽ മെഷർമെന്റ്, ദെൻ സൈക്കോളജിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ചാപ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് 1975 പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട് മെഷർമെന്റിനെ പറ്റിയിട്ട്. ഓക്കെ, എന്താണ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് മീൻസ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ദി വേരിയബിൾസ്. ഓക്കെ, ഒരു വേരിയബിൾസിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിനെ നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അത് എത്ര ഉണ്ട് അതിന്റെ അളവ് നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെയാണ് എന്ത് നമ്മൾ മെഷർമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം എണ്ണ ഉണ്ട് അല്ലെങ്കിൽ അത് എത്രയാണ് ഇതിന്റെ തൂക്കം എന്നുള്ളതൊക്കെ എന്താ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് അല്ലെ. അപ്പൊ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഫിസിക്കൽ മെഷർമെന്റും അതേപോലെ തന്നെ എന്താണ് സൈക്കോളജിക്കൽ മെഷർമെന്റും. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെന്റ് ആണ് ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് അളക്കാൻ വേണ്ടി പറ്റും. അതായത് ഇത്ര കിലോഗ്രാം ആണ് അരി ഉള്ളത്, അല്ലെങ്കിൽ ഇത്ര ലിറ്റർ ആണ് ഈ വെള്ളം ഉള്ളത്, അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്റർ ആണ് ഒരാളുടെ ഹൈറ്റ് എന്നുള്ളതൊക്കെ എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അളക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഫിസിക്കൽ മെഷർമെന്റിന്റെ ഒരു പ്രത്യേകത. പക്ഷെ സൈക്കോളജിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു ആട്രിബ്യൂട്ട്സ് നമുക്ക് ഒരു ക്വാളിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആങ്സൈറ്റിനെ കുറിച്ചിട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരാളുടെ ആങ്സൈറ്റി നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കെയിലിൽ നമുക്ക് എത്ര രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് നമുക്കത് അളക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ. നമുക്ക് ഒരു അരി എടുക്കുന്ന പോലെ അല്ലെങ്കിൽ നമുക്കൊരു സെന്റിമീറ്റർ അളക്കുന്ന പോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് എന്താണ് കറക്റ്റ് ഇങ്ങനെ എടുത്തിട്ട് അളക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ എന്താണ് നമുക്കൊരു സ്കെയിലിൽ നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റൂല. ഇറ്റ്സ് എ ടെക്നിക് ഓഫ് മെഷറിംഗ് ദി ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റീസ്. ആ ഒരു ക്വാളിറ്റീസിന് എന്താണ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. എത്രത്തോളം ആളുടെ പെയിന്റ് ഇന്റൻസിറ്റി ഉണ്ട് എന്നുള്ളത് ആളോട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പം അയാൾ എന്താണ് അതൊരു സ്കെയിലിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ദെൻ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് ലിവിങ് ബീയിങ്സ്, ഇതൊക്കെ എന്താണ് നമ്മൾ ഒരു സ്കെയിലിലൊക്കെ നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ രേഖപ്പെടുത്താറുണ്ട് അല്ലേ. അതായത് ആ ഒരു സ്കെയിലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരുപാട് ക്വാളിറ്റീസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾ ഓരോന്നിങ്ങനെ ടിക്ക് മാർക്ക് ചെയ്യും. 1 ആണെങ്കിൽ സ്ട്രോങ്ലി എഗ്രി സ്ട്രോങ്ലി ഡിസഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ. അതിൻ്റെ ഓരോ ലെവൽസിനനുസരിച്ചിട്ട് ആ മാർക്ക് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ക്വാളിറ്റീസ് ആണ് അല്ലേ. ആ ഒരു ക്വാളിറ്റീസിനെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ആട്രിബ്യൂട്ടിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് എന്ത് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് സൈക്കോളജിക്കൽ ടെസ്റ്റും അതേപോലെ തന്നെ എന്താണ് ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ മെഷർമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, then physical measurement is the unit of the measurement is fixed and constant. ഓക്കെ, ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 5 കിലോ ഉള്ള അരി നമ്മൾ എടുത്ത് തൂക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു തൂക്കുന്ന മെഷീൻമേൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലും എന്താണ് സെയിം 5 കിലോഗ്രാം തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരു ആങ്സൈറ്റി സ്കെയിൽ എടുത്തിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും അതിൽ ചെറിയ വേരിയൊക്കെ വരും അല്ലെ. അതെന്താണ് അത്രത്തോളം ഫിക്സ്ഡ് ആയിരിക്കില്ല, കോൺസ്റ്റന്റ് ആയിരിക്കില്ല. പക്ഷെ ഒരു ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ യൂണിറ്റ് ഓഫ് ദി മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, ദെൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ സെയിം അളന്ന ആ ഒരു സെയിം
kg തന്നെയാണ് എന്ത് നമുക്ക് മറ്റൊരു സാധനത്തിന്മേൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലെ. രണ്ടും തമ്മിൽ എന്താണ് എപ്പോഴും എന്താണ് കോൺസ്റ്റന്റ് ആയിരിക്കും, ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ഇതിനാണ് എന്ത് ഫിസിക്കൽ മെഷർമെന്റിൽ വരുന്നത്. ദെൻ സൈക്കോളജിക്കൽ മെഷർമെന്റിൽ എന്താണ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കില്ല അല്ലെ, വേരി ചെയ്തോണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോ നിങ്ങളിപ്പോ ഇന്നലെ ഒരു ആങ്സൈറ്റി ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സ്കോർ ആയിരിക്കില്ല എന്ത് മറ്റന്നാൾ കിട്ടുന്ന സമയത്തും സെയിം സ്കോർ ആയിരിക്കില്ല കിട്ടുന്നുണ്ടാവുക അല്ലെ. ഓൾമോസ്റ്റ് ഏകദേശം എന്താണ് സെയിം ആയിരിക്കുമെങ്കിലും പോലും എന്താണ് സെയിം ആയിട്ടുള്ള സ്കോർ ആയിരിക്കില്ല അവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഫിക്സ്ഡ് ആയിരിക്കില്ല, വേരി ചെയ്യും. ദെൻ ഫിസിക്കൽ മെഷർമെന്റ് ഈസ് എ ട്രൂ 0 പോയിന്റ്. ഓക്കെ, ഫിസിക്കൽ മെഷർമെന്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രൂ 0 പോയിന്റ് ഉണ്ട്. പക്ഷെ സൈക്കോളജിയിൽ എന്താണ് ഒരു ആർബിട്രറി 0 പോയിന്റ് മാത്രമാണ് എന്ത് സൈക്കോളജിയിലാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട് അല്ലെ. ഇപ്പം ഒരാൾക്ക് ആങ്സൈറ്റി 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് തീരെ ആങ്സൈറ്റി ഇല്ല എന്നല്ലല്ലോ അവിടെ അർത്ഥം. അവിടെ ആങ്സൈറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്താണ് 0 ആണെന്നുള്ളതാണ്. പക്ഷെ ഫിസിക്കൽ മെഷർമെന്റിലാവുമ്പോഴോ നമുക്ക് ഒരാളുടെ സെന്റിമീറ്റർ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലെ അതിന്റെ അർത്ഥം. അപ്പോൾ ഫിസിക്കൽ മെഷർമെന്റിൽ എന്താണ് ട്രൂ 0 പോയിന്റ് ഉണ്ടായിരിക്കും. ദെൻ സൈക്കോളജിക്കൽ മെഷർമെന്റിൽ എന്താണ് എപ്പോഴും ഒരു ആർബിട്രറി 0 പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫിസിക്കൽ മെഷർമെന്റ് ഈസ് മോർ ആക്യുറേറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ ദാൻ സൈക്കോളജിക്കൽ മെഷർമെന്റ്. ഓക്കെ, ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പം ഒരാളിപ്പം ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വിചാരിക്കാം. ഓക്കെ, ആ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ എത്ര സെന്റിമീറ്റർ വേഗത്തിൽ എത്ര സമയം കൊണ്ടാണ് ആൾ അവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എന്താണ് നമുക്കൊരു മെഷീനൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷെ ഒരു സൈക്കോളജിക്കൽ മെഷർമെന്റിലാവുമ്പോഴോ ഒരാൾ നല്ല രീതിയിൽ സ്ട്രെസ്ഡ് ആവുന്നുണ്ട് ക്ലാസ് റൂമിൽ ഇരുന്നിട്ട്, അപ്പോൾ അയാൾ ഇത്ര ലെവലിലാണ് അയാൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ മോർ ആക്യുറേറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ ആയിരിക്കും ദി സൈക്കോളജിക്കൽ മെഷർമെന്റ്. ഓക്കെ, ദെൻ ഫിസിക്കൽ മെഷർമെന്റ് ഈസ് ഡയറക്റ്റ് whereas the psychological measurement is indirect. ഓക്കെ, സൈക്കോളജിക്കൽ മെഷർമെന്റ് ഇൻഡയറക്റ്റ് ആയിരിക്കും, പക്ഷെ ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡയറക്റ്റ് ആയിരിക്കും അല്ലെ. ഇപ്പോൾ ഒരാളുടെ ആങ്സൈറ്റി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഹാർട്ട് എടുത്ത് അല്ലെങ്കിൽ ആളുടെ ഒരു മൈൻഡ് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ. ആൾക്ക് എന്താണ് നമുക്കൊരു മെഷർമെന്റ് സ്കെയിൽ നമ്മൾ കൊടുക്കുന്നു, അതിൽ അയാൾ രേഖപ്പെടുത്തുന്നു. പക്ഷെ ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറയുന്ന സമയത്തോ ഇപ്പോൾ നമ്മൾക്ക് ഇത്ര കിലോ അരിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് എന്താണ് ഡയറക്റ്റ് ആയിട്ട് അത് എടുത്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലെ. അതാണ് എന്ത് ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിരിക്കും, സൈക്കോളജിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ദെൻ മറ്റൊരു ഡിഫറൻസ് വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ മെഷർമെന്റ് എൻറ്റയർ ക്വാണ്ടിറ്റിനെ എന്താണ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എൻറ്റയർ ക്വാണ്ടിറ്റിനെ ആ അരി മൊത്തം നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ സൈക്കോളജിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻറ്റയർ ക്വാണ്ടിറ്റി കനോട്ട് ബി മെഷേർഡ്. എൻറ്റയർ ക്വാണ്ടിറ്റിനെ എന്താണ് നമുക്ക് മൊത്തത്തിൽ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ. അയാളുടെ ആങ്സൈറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഫോബിയാസ് എല്ലാം നമുക്ക് ഇങ്ങനെ എൻറ്റയർ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ. സൈക്കോളജിക്കലാവുമ്പോൾ ഫിസിക്കൽ മെഷർമെന്റിലാവുമ്പോൾ എന്താണ് ആ ഒരു എൻറ്റയർ ക്വാണ്ടിറ്റിനെ എന്താണ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതൊരു ചെറിയൊരു ടാബിൾക്കാക്കി മാറ്റിയതാണിത്. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് പോയിന്റ്സ് എക്സാമിന്റെ തൊട്ട് മുന്നൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് ഒരു ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വായിച്ചതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് അവസാനം നോക്കി പോയാൽ മതി. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഫിസിക്കൽ മെഷർമെന്റും സൈക്കോളജിക്കൽ മെഷർമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും ആൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. സൈക്കോളജിക്കൽ മെഷർമെന്റ് എന്താണ് ഫിക്സ്ഡ് ആയിരിക്കില്ല അല്ലെ. പക്ഷെ ഫിസിക്കൽ മെഷർമെന്റിൽ എന്താണ് ട്രൂ 0 പോയിന്റ് പ്രസന്റഡ് ആണ് അല്ലെ. പക്ഷെ ഒരു ആർബിട്രറി 0 പോയിന്റ് ആണ് എന്ത് സൈക്കോളജിക്കൽ മെഷർമെന്റിൽ പ്രസന്റ് ആയിട്ടുള്ളത് അല്ലെ. ആങ്സൈറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളുടെ ഷൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഷൈനസ് ഇല്ല എന്നുള്ളതല്ല അല്ലെ. പക്ഷെ ട്രൂ 0 പോയിന്റ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി 0 ആണ്. ഓക്കെ, ദെൻ മോർ ആക്യുറേറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ ആയിരിക്കും എന്ത് ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ സൈക്കോളജിക്കൽ മെഷർമെന്റിൽ എന്താണ് നമുക്ക് അത്രത്തോളം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത്രത്തോളം എന്താണ് ഫിക്സ്ഡ് ആയിരിക്കില്ല, ആക്യുറേറ്റ് ആയിരിക്കില്ല അല്ലെ. കറക്റ്റ് ആയിട്ട് ഇത്ര തന്നെയാണ് എന്നുള്ളത് എന്താണ് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല എന്നുള്ളത്.
ദെൻ ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ സൈക്കോളജിക്കൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാലോ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ദെൻ എൻറ്റയർ ക്വാണ്ടിറ്റി എന്താണ് നമുക്ക് ഫിസിക്കൽ മെഷർമെന്റിൽ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റൂലേ. ആ അരിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അരി ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം അരി എന്താണ് എൻറ്റയർ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ സൈക്കോളജിക്കൽ മെഷർമെന്റിൽ എന്താണ് എൻറ്റയർ ക്വാളിറ്റിനെ അല്ലെങ്കിൽ എൻറ്റയർ ക്വാണ്ടിറ്റിനെ എന്താണ് നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് എന്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ മെഷർമെന്റ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ്, അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ്, ഈക്വൽ ഇന്റർവെല്, ദെൻ അബ്സല്യൂട്ട് സീറോ. ഓക്കെ, അപ്പം ഇത്രയാണ് എന്ത് പ്രോപ്പർട്ടീസ് ഓഫ് ദി മെഷർമെന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.